സുഹൃത്തുക്കളെ, ആരിസ് വൈദ്യരാണേ. ഈ ചങ്ങായിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിനു. അങ്ങനെ കുളിപ്പിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ ഞാൻ ഓനെ തിരഞ്ഞു പോയപ്പോഴാണ് കണ്ട കാഴ്ചയിട്ടത്. വസാഫി ഹോട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണവും വെള്ളമൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കൊടുത്ത് ഓനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുളിപ്പിക്കാനുള്ള സെറ്റായിട്ടുള്ള ആളുകൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഓനൊരിക്കലും പോകേണ്ടൊന്ന് ദൂരെ നിന്ന് വീക്ഷിക്കുക കേട്ടോ. കാരണം ഓൻ ഒറ്റയടിക്ക് മിന്നൽ വേഗത്തിൽ ഓൻ സ്ഥലം വിട്ടാളി അവിടെ വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഞാനും ഷൗക്കത്തും ഉണ്ട്. അപ്പോൾ രണ്ടാളും കൂടി വരാതെ പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിനല്ലോ, ആ സുഖമില്ലാത്ത ആ ചെങ്ങായിനെ എന്തെങ്കിലും ചെയ്യണം, കുളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സന്നദ്ധത പ്രകടിപ്പിച്ച് രണ്ടാൾ നമ്പർ തന്നിന്. അപ്പോൾ താഹിർ പെണങ്ങോടാണ്, എല്ലാവർക്കും അറിയാം. സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണേ, ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യണേ ഒരാളാണ്. ആംബുലൻസ് ഡ്രൈവറാണ്. മൂപ്പരെ നമ്പർ എത്തി കൊടുക്കുക. അപ്പോൾ മൂപ്പരും സഹായിച്ചിട്ട് ഓനെ കുളിപ്പിച്ച് വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും സൗഖ്യത്തും വന്ന് വൈത്തിരി 4 റൗണ്ട് കറങ്ങി. വൈത്തിരി 4 റൗണ്ട് കറങ്ങിയെന്ന് മാത്രമല്ല, നല്ല ബ്ലോക്കല്ലേ. അപ്പോൾ ബൈക്കായിട്ട് കറങ്ങിയപ്പോൾ ഓനെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓൻ അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങി പോകുന്നു. അത് നമ്മൾ ഓനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആളുകൾ വരുന്നുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഭക്ഷണം കഴിച്ചപാട് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് അതാ പോണ്. ഓനെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഓനെ കാണൂല. ഓനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാൻ 3-4 ആൾ വേണം. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ ദൂരെ നിന്ന് ഓനെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റോഡ് മുറിച്ച് കടന്ന് ആ ബിൽഡിങ്ങിലേക്ക് ഇറങ്ങിപ്പോയി. കണ്ടോ, അത് ഞങ്ങൾ കണ്ണ് തെറ്റിക്കണമെങ്കിൽ ഓനെ കാണൂലേന്. പിന്നെ ഞങ്ങൾ ആ ചങ്ങായിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായത്തിന് 2-3 ആളോട് കുറേ ചോദിച്ചിട്ടോ, ആർക്കും ഒഴിവില്ല. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പ്രവർത്തനത്തിന് നമ്മളൊരു വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കാനെന്നുള്ളൊരു ധാരണയിലാണെന്ന് അറിയില്ല. അവന് കഞ്ചാവാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ആളുകളുടെ അടുത്തേക്ക് പോകാൻ വയ്യ മണത്തിട്ട്. നമ്മളത് പറഞ്ഞ വാക്ക് പാലിക്കും. അതിന് തല പോയാലും ശരി. അതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചിലപ്പം പെർമിഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കുളിപ്പിക്കുന്ന കേസല്ലേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ മുത്തുമണി എത്തിയിട്ടാണ്. ആംബുലൻസും കൊണ്ടാണ് വരുന്നത്. ചില്ലറ കളിയല്ല കണ്ടത്, ആംബുലൻസും കൊണ്ടാണ് വരുന്നത്. അതാ താഹിർ പെണങ്ങോട് ഇപ്പോൾ അവിടെ നിർത്തിട്ടോ. ഇപ്പോൾ അവിടെ നിർത്തും. നമ്മളിപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണ് ഈ പെണങ്ങോട് നിന്നാണ് ഈ വണ്ടി എടുത്ത് മൂപ്പര് വരുന്നത്. അസ്സലാമു അലൈക്കും. നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലേ? ആ, അപ്പൊ ഇതാട്ടോ താഹിർ പെണങ്ങോട്. ഇതാ മൂപ്പര് ആംബുലൻസ് എടുത്താൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ഇതാട്ടോ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞത്, മനുഷ്യത്വം എന്ന് പറഞ്ഞത് ഇതാണ്. അല്ലാതെ നമ്മളൊരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മളത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ടേ. അപ്പൊ ഞങ്ങൾ മൂപ്പര് ഇനിയിപ്പോൾ വണ്ടി കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര സീനാണോ എന്നറിയില്ല. ഞങ്ങൾ പിടിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഏകദേശം ഒരു 500 മീറ്റർ നടക്കേണ്ടി വരും പോയേക്ക്. എന്നാലും നോക്കട്ടെ. അടുത്ത ഭാഗത്ത് ടയറിന്റെ തൊട്ടപ്പുറത്ത് താഴെ ബിൽഡിംഗ് കണ്ടില്ലേ, അങ്ങോട്ട് അവനെ ഇറങ്ങിയത്. അവനെ തെരഞ്ഞുകൊണ്ട് കേട്ടോ. മുഷ്കിൽ മേരെ ബായിയെ. അങ്ങനെ ഓന് കാര്യം പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ട്. വണ്ടിയിൽ പോവാ കുളിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ ഹിന്ദിയിലും മലയാളമൊക്കെ മിക്സ് ആക്കി ഞങ്ങൾക്ക് ആർക്കും ഹിന്ദി അറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നേരെ വന്നു. ഞാൻ വിചാരിച്ചു വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ ഓടുന്നു. കറക്റ്റ് വണ്ടിയിലേക്ക് അനുസരണയോട് കൂടി കയറി. എങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് ഓനറിയില്ല. അവൻ സംസാരിക്കൂല എന്ന് എനിക്ക് കൊണ്ട്. സംസാരിച്ചതൊന്നും ഞങ്ങൾ കേട്ടില്ല ഇതുവരെയായിട്ട്. ഡ്രസ് ഉണ്ട് കയറി, പുതിയ ഡ്രസ്സ്. ഹലോ സുഹൃത്തുക്കളാണ്. വണ്ടി കയറാൻ കൂട്ടാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആരും സഹായിക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഡീസൻ്റ് ആയിട്ട് വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ആരും തിരിഞ്ഞോക്കാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്നാൽ നമ്മൾ വിളിച്ചപാടന്നെ വന്ന് വണ്ടി കയറിയല്ലേ. നമ്മളെല്ലാവരും ഇതേപോലത്തെ സഹായങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലേ, മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ ഇതേപോലെ സഹായം ചെയ്യുമോ ചോദിച്ചാൽ ഓൻ കഞ്ചാവാണ് കള്ളാണെന്ന് പറയാതെ മനുഷ്യനെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കണം. അങ്ങനത്തെ ആളുകളാണ് ഈ വേസ്റ്റൊക്കെ റോഡ് സൈഡിൽ ഇടുന്നത്. റോഡ് സൈഡിൽ വേസ്റ്റ് ഇടാനുള്ള മനസ്സിലുള്ള ആളുകളെ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ഏതാണ്ട് പോട്ടാൻ പറഞ്ഞുതരാം. അങ്ങനെ താഹിർക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊരു 10 ചെറുനാരങ്ങയും അതേപോലെ തന്നെ PTK സ്റ്റോർ മുനീർക്ക് എന്നോട് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ കുളിപ്പിക്കുകയാണെങ്കിൽ സോപ്പും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്ന്. അപ്പോൾ മുനീർഖാനോട് പറഞ്ഞു, അതാ ബായിനെ കുളിപ്പിക്കാൻ പോകണമെന്ന് കേട്ട പാട് മൂപ്പര് എണീച്ച് നല്ല വില കൂടിയ സോപ്പും വെളിച്ചെണ്ണയും അതേപോലെ തന്നെ ചകിരിയും ഒക്കെ തന്നിഞ്ഞ് എന്താ വേണ്ട വെച്ച് സ്പ്രേ എന്തെങ്കിലും വേണമെന്ന് വെച്ച് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറുനാരങ്ങൊക്കെ തേച്ച് കുളിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് എന്നാൽ വെളിച്ചെണ്ണയും കൂടി തേച്ച് പറഞ്ഞു. വെളിച്ചെണ്ണയും തന്ന് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാട്ടോ. മുനീർക്കൊക്കെ കുറേ ആളുകൾക്ക് ഭക്ഷണ കിറ്റൊക്കെ തന്ന് സഹായിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പേര് പറയണ്ടെന്ന് പറഞ്ഞിരുന്നു ആ നോമ്പിൻ്റെ സമയത്ത്. അപ്പോൾ
മൂപ്പര് കണ്ടില്ല, എല്ലാ സാധനവും തന്നു. തിരിച്ച് ഞാൻ പോകാൻ പുറത്തെത്തിയ പിന്നോട് വീണ്ടും എന്തെങ്കിലും വേണമെങ്കിൽ പറയണമെന്ന് പറഞ്ഞു, ഇതേപോലത്തെ പ്രവർത്തനത്തിനൊക്കെ. അപ്പോൾ അതങ്ങനെ ഏതായാലും സന്തോഷമായി. ഓക്കെ, വൈത്തിരി PTK സ്റ്റോർ മുനീർക്ക. ജോസേട്ടിന് എന്താ വിവരം അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നലെ കമൻറ്റ് ഇട്ടിരുന്നു, ഞാൻ സഹായിക്കാറുണ്ട്. ജോസേട്ടൻ ബാക്കി കയറിക്കോളി. അങ്ങനെ ആ വായി പിന്നെ വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങി ഓടിയിട്ടൊന്നുമില്ല. വളരെ ഡീസൻ്റാണ്. ഞങ്ങൾ പോയപ്പോൾ ഒരാൾ കൂടി. പക്ഷേ കടക്കാരൊക്കെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ അവനോട്. ഇവരാരും കമ്മ്യൂണിക്കേറ്റ് ആണ്. അല്ലാതെ അവൻ വിളിച്ചപ്പോൾ വണ്ടി കയറി അല്ല കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് നോക്കി നിങ്ങൾ അല്ലേ. ഞാൻ വിചാരിച്ച 4 ആൾ വണ്ടിയിൽ പിടിച്ചേക്കാനൊക്കെ കുളിക്കുമ്പോഴത്തിന് പാഞ്ഞു വരിക. എന്താണ് പാവം, അതവിടെ പോയിരുന്നു പാവം. നിങ്ങൾ സുഹൃത്തുക്കളെ കണ്ടില്ലേ, നമുക്ക് സൗകര്യത്തെ കണ്ടില്ലേ പോയിരുന്നേ. ചേട്ടാ വേറെന്താ വർത്താനം? സമ്മതമാണല്ലേ? ആ കട്ട് ചെയ്തോളി. ഡീൽ. അല്ലേ ചളിയില്ലേ? നല്ല ചകിരി വാങ്ങിക്കണേ, നല്ല വലിച്ചാൽ മതിയല്ലോ. അത് സാധനം ഇവിടെ വെച്ചാ അതിന് മുമ്പ് ഇവിടെ ഞാൻ ഈ പയ്യൻ ഇവിടെ ഹാരിസിനെ വിളിച്ചതിന് കഴിഞ്ഞ ദിവസം വിളിച്ച് ഇവൻ ആഗ്രഹിച്ചൊരു കാര്യം. അതെ അതെ, കാര്യം അത്രയും ഡീസന്റ് ആയിട്ട് നമ്മളെ വണ്ടി കയറുന്നത് വന്നിട്ട് ഒരു കച്ചറ. നമ്മള് ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും ഡീസന്റ് ആയിട്ട് വന്നിട്ട് ചന്ദനപ്പെട്ടിരിക്കുന്നത്. അതെ, അതിന് ആഗ്രഹമുണ്ട്, ഒന്ന് വൃത്തി പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ലെങ്തി ആയത് കാരണം ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടു കൂടി കാത്തിരിക്കുക.